ഹലോ ഗൈസ്, ഇത് ഏലക്ക. കാസർഗോഡ് വൺ ഓഫ് ബെസ്റ്റ് ചായക്കട. സീതാങ്കോളി കാസർഗോഡ് പോകുന്ന റോട്ടിൽ SP നഗരം ചെല്ലുന്ന ഒരു പ്ലേസിലാണ് ഏലക്ക ചായക്കട ഉള്ളത്. അത് ദുരന്തമായ ഇൽമില്ല മോന്ത ഇന്നില്ല. ഇപ്പൊ കാണുന്ന ദുരന്താരം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്റെ കസിൻ സലാമു. പിന്നെ അടുത്ത സ്പെഷ്യൽ ചായ എടുത്ത് ഒരു മജക്ക് ചേസ് അടിച്ചിട്ട് കുടിച്ച് സമൂസ തിന്ന തിരക്കിൽ പോയിന് 5 സമൂസ പോയത് അറിഞ്ഞിട്ടാ. ഇനി വേണോ? ഞമ്മ വേറൊരു സംഭവത്തിന് വന്നിട്ട് മാത്രം അത് ഇതിൽ പറയാൻ പറ്റൂല. അത് വെച്ചിട്ട് എന്നെ ശരിക്കും മുതലാക്കുന്നുണ്ട്. ചക്കന് നോമ്പിന് സമൂസ കിട്ടിയത് മതിയായിട്ടാന്ന് തോന്നുന്നു. പിന്നീട് നിന്ന രക്ഷയില്ലായിട്ട് ഞാൻ പൈസ കൊടുക്കാൻ വീട് എടുത്തോണ്ട് പോകുമ്പോ കോർ നേരിച്ച് ഞമ്മന്തോ വലിയ ബ്ലോഗറും അങ്ങനെ ഞമ്മ തീർത്താൻ നിന്നിട്ട് അങ്ങനെ ബാക്കി പൈസ മേങ്ങിട്ട് വരുമ്പോ ചക്കന് സ്നാപ്പിൽ ഭയങ്കര ബിസി. ഈ കാണുന്നവനല്ലേ ഇവനാണ് സ്നാപ്പ് വള്ളി. ഓന്റെ പേരിലായെങ്കിൽ എന്റെ പേരിലായെങ്കിൽ ഒരു പണിക്ക് പോകാത്ത ആളാണ് ഓനും ഞാനും. അന്നെങ്കിലും വന്ന കാര്യം നടന്നിട്ടാ ഏലക്കരയിട്ട് ചായ കുടിച്ചു. നല്ല കിതുമത്തിന്റെ ചായ. ചക്ക പിന്നെ പണ്ടേ ക്യാമറമാൻ ആയതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാനാണ് തുടങ്ങി. അങ്ങനെ പോകുമ്പോ ഒരാൾ ചൂണ്ടിട്ടിട്ട് കണ്ട് മീന് കിട്ടി. ഞാൻ നോക്കാൻ പോയത്. ഞങ്ങൾ പോയിട്ട് നോക്കണമെങ്കിൽ മീന് കിട്ടി. ഇയാൾ ചേർന്ന് നിങ്ങൾ എന്തോ ബാക്കിയുള്ളവർ അങ്ങനെ മീന് കിട്ടിയത്. ഇയാൾ ഒരു വക രാജ്യം തുടങ്ങി. സംഭവം വരും ഞങ്ങളെ പിടിച്ചിട്ടേക്കാണ്. ഞങ്ങൾ ഉണ്ടെങ്കിൽ മീൻ കിട്ടുന്നു. ഞങ്ങൾ ബൈക്കിലേക്ക് പാഞ്ഞു. ബൈക്ക് സ്റ്റാർട്ട് ആക്കണമെങ്കിൽ കീ കാണുന്നില്ല. അങ്ങനെ കീനെ തേടി ലാസ്റ്റ് ഓന്റെ കയ്യിലുണ്ടെങ്കിൽ നോക്കുവാണ്ട് ഇരിഞ്ഞ ചീരി. പിന്നെ എന്ത് നോക്കില്ല, സ്കൂട്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് 80-85 സ്പീഡിൽ വിട്ടെന്നെ. അങ്ങനെ പോകുമ്പോക്കില്ലേ നല്ല ചേരുള്ള ഒരു പൂച്ച കുഞ്ഞിനെ ആരും എറിഞ്ഞിട്ടുണ്ട് റോഡ് സൈഡ്. അതിനെ കണ്ടിട്ട് നമ്മൾ കളിക്കിട്ട് വരെ മനസ്സിലായിരുന്നില്ല. സംഭവം എന്തോ ഇത് റോഡ് സൈഡ് തന്നെ ഉള്ളത്. ഇവിടെ നിന്ന് പൂച്ച എന്തെങ്കിലും വണ്ടി കയറ്റി ഡെഡ് ആവും. അതിനോട് പരിക്കനെ കൊണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ അതിന്റെ കരച്ചിൽ കേട്ടിട്ട് ഓന്റെ പരിക്ക് കൊണ്ടായി. അപ്പൊ അടുത്ത വീട്ടിൽ കാണാം ഗൈസ്. ഓക്കെ ബൈ.